ദിനം പ്രതി 10,000-കണക്കിന് വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത 47. ഈ പാത കടന്നുപോകുന്ന ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിനും ചന്തിരൂരിനുമിടയിൽ ചരിത്രസ്മൃതികളിൽ അധസ്ഥിതരുടെ പുനരുദ്ധാരണത്തിനും വഴിനടപ്പ് അവകാശത്തിനും വേണ്ടി സമരകാഹളം മുഴക്കിയ ശ്രീ അയ്യങ്കാളിയുടെ നാമധേയത്തിലുള്ള പട്ടികജാതി കോളനി റോഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പിന്നാക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനിയിലേക്ക് അവർക്ക് വേണ്ടി നീക്കിവെച്ച സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡാണിത്. ഇരുവശവും രമ്യഹർമ്മങ്ങളും വ്യവസായശാലകളും നിറഞ്ഞ ഈ റോഡ് കാണുമ്പോൾ ഏതൊരാളിലും വികസനത്തിന്റെ തൂവെളിച്ചം കോളനിയിലേക്ക് പരന്നൊഴുകിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉണർത്തുന്നത്. പ്രതീക്ഷകളുടെ റോഡ് ഇവിടെ അവസാനിക്കുന്നു. കെട്ടിടങ്ങൾക്കും വ്യവസായശാലകൾക്കുമപ്പുറം റോഡ് ചെന്നെത്തേണ്ട പട്ടികജാതി കോളനി നാം കാണുന്നില്ല. പകരം കാഴ്ചയെ മറച്ച് നെടുങ്കൻ റെയിൽപാത. അറുപത്തഞ്ചോളം കുടുംബങ്ങളുടെ കൂട്ടമാണ് ഈ കോളനി. തങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നും സ്വപ്നം കാണാൻ പോലും ശേഷിയില്ലാതെ ഇവർ ഇന്നും ജീവിതത്തിന്റെ പുറംപോക്കിലാണ്. അധ്വാനിച്ചുണ്ടാക്കുന്ന തുച്ഛമായ പണം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് വലുതല്ലെങ്കിലും അവരുടെ ലോകത്ത് അവർ സന്തോഷത്തിലായിരുന്നു. എല്ലാ സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കി ജീവിതത്തെ മുന്നോട്ട് നയിച്ച കോളനിവാസികളുടെ വഴിയടച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ഇതുവഴി എത്തിയത്. കോളനിയിലേക്കുള്ള വഴിയിൽ റെയിൽവേ തങ്ങളുടെ പാളം ഉയർത്തിയപ്പോൾ ഈ ദലിത് ജീവിതങ്ങൾ കുറെ കൂടി താഴേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. അയ്യങ്കാളി നയിച്ച സഞ്ചാര സ്വാതന്ത്ര്യ സമര കഥയൊന്നും ഈ പാവങ്ങൾക്കറിയില്ല. പക്ഷേ പാളം വന്ന നാൾ മുതൽ തങ്ങളുടെ വഴിക്കായി ഇവർ കേണുകൊണ്ടേയിരുന്നു. ഈ ആവശ്യത്തിനു മുന്നിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പുഞ്ചിരിച്ച് വാഗ്ദാനങ്ങൾ വാരി വിതറി. അധികാര കേന്ദ്രങ്ങൾ കണ്ണടച്ചുകൊണ്ടേയിരുന്നു. കോളനിവാസികളുടെ ആവശ്യങ്ങൾ ചീറിപ്പായുന്ന തീവണ്ടിയുടെ ശബ്ദത്തിൽ അലിഞ്ഞു ചേർന്നു. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട ചതുപ്പ് നിലങ്ങളോടുകൂടിയ ഒരു ദ്വീപ് കൂടിയാണ് ഈ കോളനി. ഈ വെള്ളക്കെട്ടുകളിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്നത് രോഗങ്ങൾ മാത്രം. തങ്ങളുടെ വീടുകളിൽ നിന്നും ഒഴുകുന്ന മലിനജലം മറ്റു മാർഗമില്ലാത്തതിനാൽ കെട്ടിനിൽക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഒഴിക്കേണ്ടി വരുന്നു. മാലിന്യ സംസ്കരണത്തിന് പോംവഴികളില്ലാത്ത ഇവിടെ എന്നും രോഗാതുരമായ അന്തരീക്ഷം. ഉപ്പുവെള്ളം വലയം ചെയ്യുന്നത് കൊണ്ട് അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഇവർക്ക് ചിലവേറിയതാകുന്നു. ഇപ്പോൾ കാശ് കൊടുത്താലും ഇവർക്ക് കുടിവെള്ളം പോലും ഇല്ല. വല്ല നേതാക്കന്മാർ പറയും ഞാൻ പറഞ്ഞേച്ചാൽ മതിയോടോ, ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പായിട്ട് ഞാൻ ഉറപ്പിച്ചേക്കാം, ഉറപ്പുണ്ട് എൻ്റെ കൂടുതൽ. അങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളെ നശിപ്പിച്ചിട്ടുള്ളത്. ആണും പെണ്ണിൻ്റെ ജീവിതം
അതോ ജീവിതമെന്ന് എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കണം. ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ സംഭാഷണം. ഇവിടെ ജനങ്ങളുടെ മുഴുവൻ സംഭാഷണം ഇത് തന്നെയാണ്. ഒരിറ്റ് വെള്ളത്തിനായി കുടങ്ങളുമേന്തി കാതങ്ങൾ താണ്ടണം. നിറകുടങ്ങളുമായി റെയിൽവേ കുന്നുകയറി വൃദ്ധരടക്കമുള്ളവർ പ്രയാസപ്പെടുകയാണ്. ഈ പ്രയാസം സഹിക്കവയ്യാതെ ഒടുവിൽ കാശ് മുടക്കി ടാങ്കർ ലോറികളിൽ എത്തുന്ന കുടിവെള്ളം വിലയ്ക്കു വാങ്ങാൻ തുടങ്ങി. ലോറികളിൽ നിന്നും വെള്ളം ഉയരം കടന്ന് എടുത്തുകൊണ്ടു പോകുന്നതിന് ഓരോ വീട്ടുകാരും അധിക സമയമെടുക്കുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ വെള്ളം നിറച്ച ടാങ്കറുകളും ഇതുവഴി എത്തുന്നില്ല. വെള്ളത്തിനായി പതിവ് പോലെ കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരുന്നു. ഒരു കുടം വെള്ളം ഇവിടെ കൊണ്ടാന്ന് കുടിക്കണത് വാർത്ത. കുടിക്കാതെ എന്ത് ചെയ്യും? എന്റെ മക്കളൊക്കെ ഞാൻ കഴിച്ചു കൊടുത്തു. അപ്പൊ തന്നെ സാറെ വളിച്ചു പോകും. കുടിവെള്ളം കിട്ടിയാ മതി. വിദ്യാഭ്യാസം നേടുക എന്ന കോളനിയിലെ കുരുന്നുകളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇവർക്കും കുന്നുകയറേണ്ടി വരുന്നു. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനുകൾ കുട്ടികളുടെ ജീവന് ഏതു നിമിഷവും വില പറഞ്ഞേക്കും. സ്കൂളിലേക്ക് പോയ തങ്ങളുടെ കുഞ്ഞുമക്കൾ മടങ്ങി വരുവോളം അമ്മമാർ ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. കോളനിയിൽ ആർക്കെങ്കിലും ഒരത്യാഹിതം സംഭവിച്ചാൽ ആതുരാലയത്തിലെത്തിക്കാൻ കട്ടിലിൽ കിടത്തിയോ കസേരയിൽ ഇരുത്തിയോ ചുമലിൽ ചുമന്നു വേണം അപ്പുറമെത്തിക്കാൻ. അപ്പോഴേക്കും ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത്തരം സംഭവം പലതവണ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാവരും വന്നിട്ടും പറയും വെള്ളം വരും, റോഡ് വരും എന്നൊക്കെ പറയും. പക്ഷേ റോഡും ഉണ്ടായാലും വെള്ളം നമ്മൾ വോട്ട് ചെയ്ത് അവർ വിജയിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യം വരും. നമുക്ക് വേണ്ടി അവരൊന്നും ചെയ്യാറില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് ഒരു അസുഖം വന്ന ഒരാൾ ആസ്പത്രി കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിന്ന് പിള്ളേരെ കസേര പിടിച്ചെടുത്ത് റെയിലൂടെ അപ്പുറം കൊണ്ടുവരുമ്പോൾ ആളുടെ പടികൾ ഒന്നുമില്ലായിരുന്നു. വീണ് ഇങ്ങനെ മറിഞ്ഞ് വീണപ്പോൾ തന്നെ എടുത്ത് അപ്പുറത്ത് കൊണ്ടപ്പോൾ തന്നെ മരിച്ച്. പൊള്ളുന്ന വെയിലിനെയും പെരുമഴയെയും ചെറുതായിട്ടെങ്കിലും ഒന്ന് തടുക്കാൻ ഒരു കൊച്ചുകൂര ഉയർത്തണമെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത കഷ്ടപ്പാടുകളാണ്. വീടു നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നും തലച്ചുമടായി ഇവിടെ എത്തിക്കേണ്ടി വരുന്നു. പലരും തുടങ്ങിവെച്ച വീടുപണികൾ ഇപ്പോഴും പാതി വഴിയിലാണ്. ഒരു ആശുപത്രി കൂടി പോയി പെട്ടെന്ന് നോക്കാൻ കൂടി പോകാൻ പാടില്ല. ഈ തീരദേശ റെയിൽവേ വന്നതോടുകൂടി ഏകദേശം 6 മീറ്റർ ഉയരമുള്ള ഈ പാത വന്നതോടുകൂടി ഈ കോളനി നിവാസികൾക്ക് ശുദ്ധജലം ശേഖരിക്കുവാനും അതുപോലെ തന്നെ മറ്റെല്ലാ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകുവാനും മറ്റെല്ലാ ആവശ്യങ്ങൾക്കും ഈ റെയിൽവേ പാത മുറിച്ച് വേണം പോകുവാനും. ഈ രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ പല പ്രാവശ്യം ഞങ്ങൾ നിവേദനം കൊടുക്കുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ തുരങ്കപാത എന്ന ഒരു ആവശ്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ വികസനം ഉണ്ടാകും. ഈ പ്രദേശത്തിൻ്റെ കുടിവെള്ളക്ഷാമത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, രോഗികൾ, അങ്ങനെ ഈ പ്രദേശത്തിൻ്റെതായ മൊത്തമായ വികസനത്തിന് ഈ തുരങ്കപാത വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി റെയിൽവേ അധികാരികളുടെ മുന്നിൽ MP യും MLA യും
മറ്റ് ഉദ്യോഗസ്ഥന്മാരും എത്രയും വേഗം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കോളനി വികസന സമിതിയുടെ പേരിൽ പ്രശ്നപരിഹാരത്തിനായി പല മാർഗങ്ങൾ ഇവരുടെ മുന്നിലുണ്ട്. ഒന്ന്, മേൽപ്പാലം. മറ്റൊന്ന്, തുരങ്കപാത. അതുമല്ലെങ്കിൽ 100 മീറ്ററോളം തെക്കോട്ട് മാറിയുള്ള കനാലിനോട് ചേർന്ന തുരങ്കത്തിലൂടെയുള്ള റോഡ്. ഇതിലേതും പരിഗണിക്കാമെന്നിരിക്കെ പരിഹാരത്തിനുള്ള പ്രാഥമിക നടപടികൾ പോലും ഇവിടെയില്ല. ഈ അടുത്ത കാലത്ത് സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് അധികാരികളിൽ നിന്ന് ഇതിനനുകൂലമായ ഒരു റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഴക്കണം. അതിന് മറ്റു സമരപരിപാടികളാണ് ആവശ്യമെങ്കിൽ അത്തരത്തിലേക്കും ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നോക്ക കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ വിശദീകരിച്ച് പ്രസ്തുത പ്രശ്നത്തെ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ പരിഹരിക്കണമെന്നാവശ്യപ്പെടുന്നതാണ് നിവേദനം. ഈ നിവേദനം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ വിഷയം സോളിഡാരിറ്റിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും തദ്ദേശവാസികളുടെ സമരത്തോടൊപ്പം ഈ ഒരു കൊച്ചു പ്രസ്ഥാനം അതിൻ്റെ എല്ലാവിധ അധ്വാന പരിശ്രമങ്ങളും അതിൻ്റെ കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ശക്തമായി നിലയുറപ്പിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള തെറ്റായ വികസന നയത്തിൻ്റെ ഇരകളാണിവർ. ഏതാണ്ട് 20 അടിയോളം ഉയരമുള്ള ഈ പാത ഏതാണ്ട് 15 വർഷത്തോളമായി ഈ കോളനിയേക്കുള്ള നടപ്പാത വിഘാതമായി നിൽക്കുന്നു. വില കൊടുത്ത് വാങ്ങുന്ന കുടിവെള്ളം പോലും അവർക്കിവിടെ എത്തിക്കുക വളരെ ദുഷ്കരമാണ്. വികസനങ്ങൾ ധാരാളം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ഇവിടെ നടപ്പാകുന്നില്ല. കാരണം അത് ഏറ്റെടുക്കാൻ കരാറുകാർ എത്തുന്നില്ല എന്നതിൻ്റെ പ്രശ്നം. കാരണം ഒരു ലോഡ് കല്ല് ഇവിടെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ 5 ഇരട്ടിയോളം രൂപയാകുമത്രേ കൂലി ചിലവാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വികസനങ്ങളും ഇവിടെ നടക്കുന്നില്ല. മാത്രമല്ല പല വീട് നിർമ്മാണങ്ങൾ പോലും പാതി വഴി മുടങ്ങിക്കിടക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ അടുത്താണ് ഈ ഗ്രാമം, ഈ കോളനി എന്നത് നമുക്ക് കണ്ടാൽ തോന്നുക പോലുമില്ല. കാരണം ചതുപ്പ് നിറഞ്ഞ പ്രദേശവും അതുപോലെ മാലിന്യ ജലാശയങ്ങളുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കൊച്ചുകുട്ടികൾ അവർക്ക് സ്കൂളിൽ പോകാൻ ഏറെ പ്രയാസപ്പെടുന്നു. വൃദ്ധരായവർ വളരെ പ്രയാസപ്പെട്ടാണ് പാത മുറിച്ചു കടക്കാൻ. ഇവരുടെ പേരിൽ അനുവദിക്കപ്പെട്ട ഈ കോളനി നിവാസികളുടെ പേരിൽ അനുവദിക്കപ്പെട്ട ഈ റോഡ് യഥാർത്ഥത്തിൽ അവർക്ക് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. ഒരു മുന്നറിയിപ്പുമില്ലാതെ ചീറിപ്പാഞ്ഞു വരുന്ന ഈ റെയിൽ താണ്ടി വേണം കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ. പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ സാധാരണ മരണത്തിൽ കലാശിക്കുന്നതായിട്ടാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഈ കോളനി നിവാസികൾ നേരിടുന്നുവെന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു. പൊതുസമൂഹം ഇവരുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലായിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി മുന്നോട്ട് വരണം എന്നാണ് സോളിഡാരിറ്റി ആവശ്യപ്പെടാനുള്ളത്. ജീവിത ദുരിതം പേറുന്ന ഇവർ വഴിയടക്കമുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ പല വഴിക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചു. പക്ഷേ ജനപ്രതിനിധികളുടെ വാഗ്ദാനങ്ങളിൽ ഇവർ ഇപ്പോഴും പ്രതീക്ഷയർപ്പിച്ചു കഴിയുകയാണ്. ദുരിതക്കയത്തിൽ നിന്നും കരകയറാൻ വൻകിട പദ്ധതികളല്ല ഈ ജനം ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ അടിസ്ഥാന ആവശ്യ നിർവഹണത്തിന് വേണ്ട കുടിവെള്ളവും ഗതാഗത മാർഗവുമാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. പദ്ധതികളുടെ പേരിൽ കേന്ദ്രം കേരളത്തെയോ കേരളം കേന്ദ്രത്തെയോ പഴിക്കുന്നതും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന പദ്ധതി വിഹിതങ്ങളിലെ തട്ടിപ്പുകളോ ഇവർക്കറിയില്ല. എന്നാൽ ഇതിലെവിടെയോ ഇവർക്ക് അവകാശപ്പെട്ട പല പദ്ധതികളുമുണ്ട്. അത് തങ്ങൾക്ക് വേണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം.